കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവവൈവിധ്യ പ്രദേശമാണ് അഗതിയൂരിലെ കലശമല പ്രദേശം. ഇവിടെയുള്ള സസ്യങ്ങൾ ഒരു പ്രത്യേക ഇനം ഞാവൽ വിഭാഗത്തിൽപ്പെട്ട സൈസീജിയം ട്രാവങ്കൂറിയം എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട സസ്യമാണ് ഇവിടെയുള്ളത്. ഇത് ലോകത്തിലെ ആകമാനം ഇൻ്റർനെറ്റിൽ കൂടെ ഒക്കെ കിട്ടുമ്പോൾ ആകെ 200 എണ്ണം മാത്രമേ സഹ്യപർവ്വതത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്പോട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാൽ തൃശ്ശൂർ ജില്ലയിലെ കലശമല ശിവക്ഷേത്രത്തിൻ്റെ പരിസരത്ത് മാത്രം 400 സസ്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്നതിന് 2005 ഡോക്ടർ വിദ്യാസാഗർ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ വിദ്യാസാഗറും അതിനുശേഷം 2009 ഡോക്ടർ ഗണേശ മാഷ്, ശ്രീകൃഷ്ണ കോളേജിലെ മാഷുമാണ് പഠിച്ചത്. ഗണേശ മാഷ് ആണ് ജൈവവൈവിധ്യ ബോർഡിലേക്ക് ഇതിന് പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലെ 5 പ്രധാനപ്പെട്ട ജൈവവൈവിധ്യ സ്പോട്ടുകളിൽ അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമായ ജൈവവൈവിധ്യ സ്പോട്ടായിട്ടാണ് കലശമലയെ എടുത്തിട്ടുള്ളത്. ഈ സസ്യം നിലനിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ശുദ്ധജലത്തിലുള്ള വളരുന്ന ഒന്നാണ്. ശുദ്ധജലത്തിൽ വളരുന്ന അനേകം തരം സസ്യങ്ങളില്ല, വളരെ കുറച്ച് ഇനം സസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കുന്നിൻ്റെ പ്രത്യേകത ഒരു വി എന്നുള്ള ആകൃതിയിൽ നിലനിൽക്കുന്ന ഒരു കുന്നും അതിൻ്റെ താഴെയുള്ള ചോലവനവുമാണ്. ഈ ചോലവനത്തിൽ 2000 വരെയും വർഷങ്ങൾ വരെയും ഇതിൽ കൂടെ അറ്റ വേനൽക്കാലത്ത് പോലും നല്ല ജലസ്രോതസ് ഉണ്ടായിരുന്ന മണ്ഡലമാണ്. കുന്നിനെ വളരെ മണ്ണുലോബികൾ കുന്നിനെ ആക്രമിക്കപ്പെട്ടപ്പോൾ ജലത്തിൻ്റെ സ്രോതസ് കുറയുകയും സസ്യം മുരടിക്കാനും തുടങ്ങി. എന്നാൽ കുറച്ച് ജലസ്രോതസ്സുള്ള സ്ഥലങ്ങളിലാണ് കുറച്ചധികം സസ്യങ്ങൾ വളരാൻ അതിന് കുറച്ചുകൂടി വണ്ണം വയ്ക്കാനും കുറച്ചുകൂടി സസ്യങ്ങൾ നന്നായിരുന്നു. ആ സസ്യങ്ങളാണ്